അവരുടെ ആഗ്രഹങ്ങൾ പോലും ചെറുതായിരിക്കുന്നു. അവരുടെ ലോകം വല്ലാതെ ചെറുതാവുകയാണ്. കാരണം അത്രമാത്രം ഒരു ദുരന്തത്തിൽ എങ്ങനെ അവർ ഇങ്ങനെ സംസാരിക്കുന്നു എന്നാണ് സത്യത്തിൽ ഞാൻ അത്ഭുതത്തോടെ ചിന്തിക്കുന്നത്. കാരണം ഇവിടെ ഇരുന്ന് ഇത്രയും അകലെ നിന്ന് ജോഷ്ലിയോട് സംസാരിക്കുമ്പോൾ പോലും ചില കാഴ്ചകൾ കാണുമ്പോൾ വല്ലാതെ നമ്മൾ സങ്കടപ്പെട്ടു പോകുന്നുണ്ട്. അതിനിടയിലും ആ മനുഷ്യർ ഇത്രയും ആത്മധൈര്യത്തോടെ പിടിച്ചു നിൽക്കുന്നു എന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കൊടുക്കുന്ന, നമ്മുടെ നാട് കൊടുക്കുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ, അനുകമ്പയുടെ പിന്തുണയിലാണ് അവരങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായും മനു, അത് തന്നെയാണ് പറയാനുള്ളത്. ഇന്നലെ ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ മാനസിക നില അത് സാധാരണ രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇന്ന് ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതായത് ആശ്വാസമാണ്. ഞങ്ങൾക്ക് ഒരു 3 സെന്റ് ഭൂമിയെങ്കിലും കിട്ടിയാൽ അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിയുന്ന, അതായത് അത്രയും നന്നായി ഒരുമിച്ച് ജീവിച്ച, ജാതി മത ഭേദമില്ലാതെ വളരെ സൗഹാർദ്ദത്തോടു കൂടി ഒരു ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കുകയും അധ്വാനിക്കുകയും ചെയ്ത് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗമായിരുന്നു മുണ്ടക്കൈയിലെ ജനങ്ങൾ എന്നുള്ളതാണ്. അത് അവരുടെ എല്ലാവരുടെയും വാക്കുകളിൽ, ഞാൻ ഇവിടെ വന്നത് തൊട്ടുള്ള എല്ലാവരുടെയും വാക്കുകളിൽ അതാണ്. വെള്ളാർമല സ്കൂളിലെ അധ്യാപകൻ ആലപ്പുഴയിൽ വന്ന് താമസിച്ചിട്ടും ട്രാൻസ്ഫർ കിട്ടിയിട്ടും അങ്ങോട്ട് പോകാതെ ഇതൊരു സ്വർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ, നിഷ്കളങ്കരായ ഇവിടുത്തെ ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, ഇവിടുത്തെ കുട്ടികളെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആലപ്പുഴയിലെ ഉണ്ണികൃഷ്ണൻ മാഷും അതുപോലെ തന്നെ ഒരു പറ്റം അധ്യാപകരും ഒരു സ്കൂളിൽ അതൊരു സ്വർഗമായിരുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർക്കും പങ്കുവെക്കാനുള്ളത്. രാവിലെ എഴുന്നേറ്റ് നാട്ടിൻപുറങ്ങളിൽ ചായ പങ്കുവെക്കുന്ന ഒരു രംഗം, അത്തരത്തിലുള്ള ഒരു നാട്ടിൻപുറമാണ് പ്രകൃതി കൊണ്ടുപോയത്. അതവർക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. എല്ലാവരും കൂട്ടായ്മയോടുകൂടി ഒരു 3 സെന്റ് സ്ഥലത്തെങ്കിലും ഒരുമിച്ച് പഴയ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവരിപ്പോൾ പങ്കുവെച്ച കാര്യം. അത് സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ വന്ന മന്ത്രിമാരിൽ നിന്നൊക്കെ അവർക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. മനു, തീർച്ചയായും ജോഷില, ഏതായാലും പുനരധിവാസമുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ മുൻപിലേക്ക് കിടക്കുന്ന വിഷയങ്ങളാണ്. അത് വേണ്ട രീതിയിൽ തന്നെ സർക്കാർ അത് പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെയുള്ള ദുരന്ത മുഖങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ ജനത എത്രമാത്രം ആശ്വാസത്തോടെയാണ് കണ്ടതെന്ന് അത് പിന്നീട് സർക്കാർ കൃത്യമായി നടത്തിക്കൊടുക്കുകയും ചെയ്തു. ഇതും അതുപോലെ തന്നെ എല്ലാം കൃത്യമായി നടക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അതിലൊരു സംശയവും വേണ്ട. ആ മനുഷ്യരുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും അവർക്കൊപ്പം നമ്മൾ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. മറുവശത്ത് തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിനെ മറികടന്നുകൊണ്ട്, കാലാവസ്ഥയൊക്കെ മറികടന്നുകൊണ്ട് ശക്തമായ തെരച്ചിലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.